സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരു വിനോദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉദ്ദേശത്തിലോ സംഗമിച്ചതല്ല. മറിച്ച് വർഷങ്ങളെ, അതുപോലെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം ആലോചിക്കാൻ വേണ്ടി കൂടിയതാണ്. അല്ലാഹു തആല ഈ കൂടിയതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നല്ല നല്ല ചിന്തകൾ ഉണ്ടാവുകയും അത് നമ്മുടെ ആഗ്രഹവും ദുആയായി മാറുകയും അല്ലാഹു തആല അതിനെ കബൂലാക്കുന്ന സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ. ചിലപ്പോൾ നമ്മൾ പോലും കരുതൂല, ചെറിയ വാക്കായിരിക്കാം, അതിനെ വളരെ ഗൗരവത്തിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അതുപോലെ അവരുടെ രക്ഷകർത്താവ് അത് സ്വീകരിക്കുകയും അവരതിനു വേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലനവും മഹത്വമൊക്കെ നമ്മൾ അറിയാതെ അള്ളാഹു രേഖപ്പെടുത്തും. പിന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ആഖിറത്തിൽ തരുമ്പോഴാണ് ഇത്രയും വലിയ കാര്യമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാം. ഞാനൊരിക്കൽ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ ഖതീബായിരുന്ന സമയത്ത്, കുത്തുബോധിയിരുന്ന സമയത്ത് കോഴിക്കോട് ആയിഷ മസ്ജിദിൽ ഒരിക്കൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾ കുറച്ചെങ്കിലും പാശ്ചാത്യ ലോകത്ത് പോയി പറഞ്ഞിട്ടുള്ളത് ശശി തരൂരാണെന്ന് ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തി. ഒരു വ്യക്തി ഇതങ്ങോട്ട് നോട്ട് ചെയ്ത് ശശി തരൂരുമായിട്ട് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ച് അത് മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പം അദ്ദേഹം എത്ര സീരിയസ് ആയിട്ടാണോ അത് കണ്ടത്, അത്ര സീരിയസ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു വിഷയം നോട്ട് ചെയ്ത് പറഞ്ഞു, ഇത്രയും വലിയ അതിക്രമം കാണിച്ചിട്ടും ആളുകൾ എൻ്റെ മോന് ബ്രിട്ടനിലാണ്, ഒരു മോള് അമേരിക്കയിലാന്നൊക്കെ പറയാന്നല്ലാതെ ആ തെറ്റ് ചെയ്തു കുറഞ്ഞത് അവരൊരു മാപ്പെങ്കിലും പറയണം എന്നുള്ള ചിന്ത പോലും, പകരം അവരുടെ ഭാഷ പഠിക്കാൻ പറ്റോ, അവരുടെ അടുത്ത് ഒരു ജോലി വാങ്ങി കുറച്ച് ശമ്പളം കിട്ടോ, അവരുടെ ആർമിക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റോ, അങ്ങനെ ഒരു കൊട്ടേഷൻ എടുക്കാൻ പറ്റോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. കുറച്ചെങ്കിലും അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ന MP ആണ്, അദ്ദേഹത്തിൻ്റെ ഇന്ന 2 പുസ്തകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ആള് വളരെ ഗൗരവത്തിൽ ആ വിഷയം മനസ്സിലാക്കി അദ്ദേഹത്തോട് സംസാരിച്ച് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ച് അതിവിടെ ഒരു പ്രമുഖ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച് എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹം എന്താണ് അതിൻ്റെ പുറകിൽ ഇത്രയും സമയം ചെലവാക്കിയല്ലോ എന്നുള്ളത്. അതേപോലെ ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയം ആലോചിക്കാൻ വേണ്ടി നമ്മളിവിടെ കൂടിയതാണ്. ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതരുത്, മാതാപിതാക്കൾക്ക് മക്കളുടെ ഭാവി എന്ന് പറയുമ്പോൾ ഈ മക്കളും ബുദ്ധിയുള്ളവരാണ്, ഇസ്ലാമിക ദൃഷ്ട്യാ പ്രായപൂർത്തിയായവരാണ് ഇവിടെ പലരും. 15 വയസ്സായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് അവർ പ്രായപൂർത്തിയുടെ പരിധിയിലെത്തിയിട്ടുണ്ടാകും. അപ്പൊ അവർക്കും അവരുടെ ഭാവിയെ പറ്റി നല്ല ചിന്തയുണ്ട്. മാതാപിതാക്കൾ അവരുമായിട്ട് ആലോചിക്കണം, മോനെ നിനക്ക് എന്താ വേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കണോ വേണ്ടെന്ന് മോനോട് ആലോചിച്ച്, ഏത് കോളേജിൽ ചേർത്താണെന്നല്ല. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ, മോനെ ഞാൻ ഇന്നെ അറുക്കണം എന്നൊരു വഹി കിട്ടിയിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ്, എങ്ങനെ ഉണ്ടാവും? അപ്പോഴാണ് നമ്മൾ അവരെ പറ്റി ആലോചിക്കാതെ തീരുമാനിക്കുന്നത്, അവരോട് ചോദിക്കാതെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ അറുക്കണം എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അത് വഹിയാണ്, കൽപ്പനയാണെന്ന് മനസ്സിലായപ്പോൾ പോലും മകനോട് ആലോചിച്ചു. പ്രായത്തിന്റെ ഗ്യാപ്പ് എത്രയാണെന്നറിയോ? വാർദ്ധക്യത്തിൽ കിട്ടിയ മോനാണ്. ഖുർആൻ പറയുന്ന പ്രായം, ഖുർആൻ വെറുതെ പ്രായം പറഞ്ഞു തരാതെ പ്രായത്തിന്റെ സ്വഭാവം പറഞ്ഞു തന്നു. ബലഗ മഅഹു സഅയ, ഉപ്പാനോടൊപ്പം ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപ്പാനോടൊപ്പം ഓടി നടക്കണമെന്നും ഉപ്പ ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒറ്റ വാക്കിൽ 7, 9, 11 പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊരു പാഠമില്ല. ബലഗ മഅഹു സഅയ, ഉപ്പയോടൊപ്പം ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്ന് പറഞ്ഞപ്പം ഒരുപാട് സംഗതികൾ വന്നു. എത്ര സ്നേഹമുണ്ട് ആ സമയത്ത്. ജനിച്ചപാടുള്ളൊരു കുട്ടിനോടുള്ള സ്നേഹമല്ല ഉണ്ടാകാം, അത്രയും സ്നേഹവും ആ പ്രായത്തിലെത്തിയെന്നും ഇത്രയും വലിയ പ്രായത്തിൽ അന്തരം ഉണ്ടെന്നും, എന്നിട്ട് ഈ കാര്യത്തിലായിട്ട് പോലും മകനോട് കൂടി ആലോചിച്ചു എന്ന് പറയുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അവരെ പാഠം തെറ്റിയിട്ടുണ്ട്, അവർക്കൊരു ജുസു ഓർമ്മയില്ലെങ്കിൽ അവർക്ക് ആദ്യം പറയാൻ തോന്നണം ഉമ്മനോട്, അവർക്ക് ആദ്യം പറയാൻ തോന്നണം ഉപ്പനോട്. അപ്പൊ നമ്മൾ ഇതിരുന്ന് ആലോചിക്കണം, എന്താണ് ഇതിന്റെ പരിഹാരം. ആ കുട്ടിയെ ചീത്ത പറയല്ല ചെയ്യേണ്ടത്, ഇതിന്റെ പ്രശ്നത്തിന്റെ വേരെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്തി, എന്താണ് പരിഹാരം മോനെ എന്ന് ചോദിച്ചാൽ മോൻ തന്നെ പരിഹാരം പറഞ്ഞുതരും. അപ്പൊ തൽക്കാലം എൻ്റെ പാടൊന്നും ഇവിടെ നിർത്തി, ഞാനൊന്ന് ദൗറ ചെയ്ത് ശരിയാക്കാം എന്നൊക്കെ കുട്ടി തന്നെ ഇങ്ങോട്ട് പരിഹാരം പറയും. അപ്പം മക്കളുടെ ഭാവി എന്ന് പറയുമ്പം ഇത് രക്ഷകർത്താക്കളുടെ മാത്രം വിഷയമല്ല, കുട്ടികളും ബുദ്ധിയുള്ളവരാണ്. അവരോട് നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ടുള്ള വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ആശങ്ക, നമ്മുടെ ആശങ്കകളുടെ
വിഷയം മാറിപ്പോയി എന്നുള്ളതാണ്. എന്തിലായിരിക്കണം എന്നറിയോ ആദ്യം ആശങ്ക വേണ്ടത്? ഇനി ഖുർആൻ എത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റും? എൻ്റെ മോനെ ആലിമാക്കാൻ പറ്റുമോ? ലോകത്തെ ഏറ്റവും വലിയ ദായിയാക്കി എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിനെപ്പറ്റിയാണ് ആശങ്ക ഉണ്ടാകേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഭാവി ആശങ്കകളും പരിഹാരവും എന്ന് പറയുമ്പോൾ മിക്കവാറും ഉള്ള ആശങ്ക ഏത് ഡിഗ്രി എടുക്കാൻ പറ്റും, ശമ്പളം എത്ര കിട്ടും, എത്ര ജോലി കിട്ടും. ഇത് തെറ്റായ കാര്യമല്ല കേട്ടോ, ഇതിലൊരു തെറ്റുമില്ല. നമ്മളുടെ മാനസിക നിലവാരം അത്രയേ ഉള്ളൂന്നേ ഉള്ളൂ. ഈസാ നബി അലൈഹിസ്സലാമും ഖൗമും അള്ളാഹുവിന് മുമ്പിൽ ഒരു ആവശ്യം സമർപ്പിക്കുകയാണ്. ആകാശത്ത് നിന്നും അത്ഭുതകരമായ ഒരു ഭക്ഷണം ഇറങ്ങി വരണം. ഇപ്പൊ ഖൗമ് പറഞ്ഞു, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കിട്ടൂലേ, നുരീദു അൻ നഅകുല മിൻഹ. കാരണം അവർക്ക് അത്ര വരെയുള്ള ചിന്ത. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയണം, അള്ളാഹു അതങ്ങ് ഇറക്കി തന്നാൽ ഞങ്ങൾക്കും ശേഷം വരുന്നവർക്കൊരു ദൃഷ്ടാന്തമായിരിക്കും, അതൊരു അത്ഭുതമായിരിക്കും, അതൊരു ദൃഷ്ടാന്തമായിരിക്കും. ശേഷം വരുന്നവർക്ക് പോലും ഓർക്കാനൊരു അവസരം, ഈദൻ ലി അവലിന വ ആഖിരിന, ഒരു പെരുന്നാൾ സന്ദർഭമായിട്ട് മാറും. വ ആയതൻ മിൻക, നിന്റെ ദൃഷ്ടാന്തമായിട്ട് മാറും. ശേഷം പറഞ്ഞു വർസുഖന, നീ ഞങ്ങൾക്ക് വിഭവങ്ങളും നൽകണം. അപ്പൊ ഒരേ കാര്യം രണ്ട് രീതിയിലാണ് ചിന്തിച്ചത്. ജനങ്ങൾ എന്താ പറഞ്ഞത്? നുരീദു അൻ നഅകുല മിൻഹ, അത് കിട്ടിയാൽ നമുക്ക് ഒരുപാട് തിന്നാൻ കിട്ടും. ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ഈദൻ ലി അവലിന വ ആഖിരിന വ ആയതൻ മിൻക വർസുഖന വ അൻത ഖൈറുർ റാസിഖീൻ. ഇപ്പൊ നമ്മളുടെ ചിന്തയുടെ നിലവാരാണ് ഇതിപ്പോ എല്ലാവരും ചിന്തിക്കുന്നുണ്ടല്ലോ. ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുന്നുണ്ട്, യുക്തിവാദി ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോനിക്ക് എത്ര ശമ്പളം കിട്ടും, അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മകൻ എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ആലിമാക്കാൻ പറ്റും, എങ്ങനെ ഏറ്റവും വലിയ ദായിയാക്കാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുകയും ദുആ ചെയ്യുകയും ചെയ്താൽ ബൈ വൺ ഗെറ്റ് ടു ഫ്രീ, അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ ദുനിയാവ് അല്ലാഹു സൗജന്യമായിട്ട് പുറകിൽ തരും. അപ്പൊ നമ്മളുടെ ആശങ്ക ദീനിനെ പറ്റിയായാൽ ഹദീസിൽ കാണാം, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും. ഈ ചിന്ത മാറുകയില്ല, ഇല്ലായ്മയുടെ ചിന്ത മാറുകയില്ല. ശൈത്താനു യഇദുകുമുൽ ഫഖർ, ശൈത്താനാണ് നിങ്ങൾക്ക് ഈ ഇല്ലായ്മയുടെ ചിന്ത ഉണ്ടാക്കി തരുന്നത്. വൽ ഫഹ്ഷ, തെറ്റായ കാര്യങ്ങളോ. വല്ലാഹു യഇദുകും മഗ്ഫിറത മിൻഹു വ ഫദ്ല, അല്ലാഹു നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ കാണിച്ചു തരുന്നത് അവന്റെ വിശാലതയും അവന്റെ വിട്ടുവീഴ്ചയും മാപ്പുമൊക്കെയാണ്. അപ്പം അത് ചിന്തിക്കുന്ന ഒരിക്കലും തെറ്റല്ല. നമ്മൾ അതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കണമെന്ന് പറയാണ്. ഓസ്ട്രേലിയയിൽ ഒരു ഉമ്മ പാകിസ്ഥാനിലുള്ള രണ്ട് വലിയ ആലിമ്യങ്ങൾക്ക് കത്തെഴുതി. ഒരു ആലിമിനത് കിട്ടി അടുത്ത വ്യക്തിന്റെ മുമ്പിൽ വായിക്കുകയാണ്. താരിഖ് ജമീൽ മൗലാനയും മൗലാന സയ്യിദ് ഖാൻ സാഹിബും. ആ ഉമ്മയുടെ എഴുത്ത് വായിച്ചിട്ട് എത്രയോ ആളുകൾ പ്രസംഗിച്ച് കരയിപ്പിക്കുന്ന ഈ മൗലാനമാർ കരഞ്ഞുപോയി ആ ഉമ്മാന്റെ കത്ത് വായിച്ചപ്പോൾ. അവർ പറഞ്ഞു, എൻ്റെ മകൻ, ഞാൻ വലിയ പണക്കാരിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് പാകിസ്ഥാനിൽ പറഞ്ഞേക്കുമ്പോൾ ഞാനൊരു പണക്കാരിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫർണിച്ചറും കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വിറ്റ് കിട്ടിയ പൈസക്കാണ് ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ അടുത്തേക്ക് പഠിക്കാൻ അയക്കുന്നത്. ഭാവിയിൽ അവൻ നിങ്ങളെപ്പോലെ ആയില്ലെങ്കിൽ പഠിച്ചവനടുത്ത് നിങ്ങളായിരിക്കും ഉത്തരവാദികൾ. ഇത് വായിച്ചിട്ട് ഇവർ കരഞ്ഞുപോയി. പഠിച്ചു ഇവനെ പഠിപ്പിച്ച് വലിയ ദർജയിലെത്തിക്കണ്ടേ? കാരണം ഒരു സ്ത്രീ ഇത്രയും വലിയ നിയ്യത്ത് ചെയ്തിട്ട് ഈ മഹാന്മാരെ കണ്ടപ്പോൾ ഇവരെ പോലെ എൻ്റെ മകൻ ആകണമെന്ന് ആഗ്രഹിച്ച് വീട്ടിലെ ഫർണിച്ചറൊക്കെ വിറ്റ് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആ സമ്പത്ത് കൊണ്ട് മകനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുകയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, അവരുടെ ആശങ്ക, ഈ മകൻ ഭാവിയിലെ ലോകത്തെ ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളാകോ ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടികൂടെന്ന് പറഞ്ഞപ്പോൾ ഇവരാ കത്ത് വായിച്ചിട്ട് കരഞ്ഞുപോയി. അപ്പൊ നമ്മളുടെ ആശങ്ക ഇതായിരിക്കണം. ആദ്യത്തേത്. രണ്ടാമത്തേത് ഫ്രീ ആണ്. അതിന്റെ വഴികളും ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാം. ഉറപ്പായിട്ടും സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ല, മക്കൾ സാലിഹായ ഉപ്പ മക്കൾക്ക് വേണ്ടി കുഴിച്ചു വെച്ച സമ്പത്ത് അല്ലാഹു തആല ഖിദ്ർ അലൈഹിസ്സലാമിലൂടെയും മൂസാ നബി അലൈഹിസ്സലാമിലൂടെയും സംരക്ഷിക്കുകയും വകാന അബൂഹുമാ സാലിഹ, ഉപ്പ സാലിഹായ മനുഷ്യനാണ് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. ഉപ്പ സാലിഹാണെന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു. മക്കൾക്ക് വേണ്ടി കരുതി വെച്ചതിന് അല്ലാഹു സംരക്ഷിച്ച് നിർത്തുകയും ചെയ്തു. അപ്പൊ അതെല്ലാം നല്ല കാര്യമാണ്. നമ്മുടെ പ്രഥമ ആശങ്ക നമ്മൾ ഖുർആൻ എങ്ങനെ ഇനി കൂടുതൽ പഠിക്കും, ഇതെങ്ങനെ ലോകത്ത് ഏറ്റവും നന്നായി എത്തിച്ചു കൊടുക്കും, ആ വഴിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിന് സഹായകരമാകുന്ന രീതിയിൽ ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണം, അതിന് സഹായകരമാകുന്ന രീതിയിൽ എന്തൊക്കെ അറിവുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, ഈ ക്രമത്തിൽ വേണം നമ്മുടെ ചിന്ത പോകാൻ. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ക്രമമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പെരുന്നാളായിരിക്കും, നിന്റെ ദൃഷ്ടാന്തമായിരിക്കും, അത് നല്ലൊരു വിഭവമായിരിക്കും. ഖൗമിന് ആകെ അറിയുന്നത് എന്താ വെച്ചാൽ നുരീദു അൻ നഅകുല മിൻഹ എന്നാ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ ആ ക്രമത്തിൽ വേണം നമ്മുടെ ചിന്ത പോകാൻ.
ഒന്നാമത്തെ കാര്യം, ഹിഫ്ദിന്റെ ലക്ഷ്യം ഖുർആനിൽ തന്നെ പറഞ്ഞു. ഹിഫ്ദിന്റെ ലക്ഷ്യം ഖുർആനിൽ തന്നെ പറഞ്ഞൊരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ എന്താകണം എന്നാ ഖുർആനിലുള്ളത്? നിങ്ങൾ പറയും. ആരുടെങ്കിലും ശ്രദ്ധയിലാണ്, സദസ്സിൽ ആരെങ്കിലും ഒന്ന് പറയും. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഇന്ന ആളായി തീരണമെന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്. ആർക്കാ അറിയുന്നത്? അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനെ ആയിത്തീരണം. ഒരൊറ്റ വാക്ക്, കൂനു. ബാക്കി പറയും. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകണം. ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിലൂടെ. വബിമാ കുന്തും തദ്റുസൂൻ, അത് പഠിക്കുന്നതിലൂടെയും. പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ റബ്ബാനികളായി തീരണമെന്ന് പറഞ്ഞു. തദ്റുസൂൻ, പഠിക്കുക എന്നതിന് മുഫസ്സിരീങ്ങൾ കൃത്യമായിട്ടൊരു വിവരണം കൊടുത്തു. തഹ്ഫളൂന അൽഫാളഹു, ആ ഖുർആനിന്റെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കുന്നതിലൂടെ കഴിഞ്ഞതാണ്. അക്ഷരങ്ങൾ ഹാഫിളാകുന്നതിലൂടെ നിങ്ങൾ എന്തായി മാറണം? റബ്ബാനികളാകണം. റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ കാണാം. ഹുകമാഅ, ഉലമാഅ, ഹുലമാഅ, അഹ്ലു ഇബാദത്തിൻ വതഖ്വ. ഹുകമാഅ, ഉലമാഅ, ഹുലമാഅ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിക്മത്ത് ഖുർആനിൽ നമ്മൾ എത്ര സ്ഥലങ്ങളിലെ ഹിക്മത്ത് എന്നുള്ള വാക്കുണ്ട് ഖുർആനില്? നിങ്ങൾക്ക് അറിയുന്ന 1-2 ആയത്ത് പറഞ്ഞോളെ. ഹിക്മത്ത് എന്നുള്ള വാക്ക് വന്ന 1-2 ആയത്തുകൾ. അൽ ഹിക്മ ഏതെങ്കിലും സൂറത്ത് 10-17 സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നൊരു സ്ഥലം പറയും ഹിക്മത്ത് എന്നുള്ള വാക്ക് വന്നത്. ഇഷ്ടംപോലെ 17 സ്ഥലമുണ്ട്. ഏതും പറ. നിങ്ങളൊന്നിങ്ങനെ പ്രതികരിച്ചാലേ ശ്രദ്ധിച്ചു കേൾക്കൂളേ. എവിടെ? സൂറത്തുൽ ബഖറയിലുണ്ട്. എവിടെയുള്ളത്? ഏതൊരായത്ത് വെറുതെ ഓതിക്കോ. യുഅ്തിൽ ഹിക്മത മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന് ഹിക്മത്ത് കൊടുക്കും. ആ ഹിക്മത്ത് കിട്ടിയവർ, വിദ്യാർത്ഥി പറഞ്ഞ ഭാഗം സൂറത്തുൽ ബഖറയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഹിക്മത്ത് കിട്ടിയവർ വലിയ ഭാഗ്യവാന്മാരാണ്. അപ്പൊ അത് ആ എന്ത് സാഹചര്യത്തിൽ ആ ഹിക്മത്തുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചെന്നറിയോ? അള്ളാഹു പലിശ ഹറാമാക്കി, എന്നിട്ട് പറഞ്ഞു പലിശ നഷ്ടമാണ് നിങ്ങൾക്ക്. കച്ചവടം അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു. നിങ്ങൾ മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. അതുപോലെ തന്നെ ഏതെങ്കിലും കടബാധ്യതയിലുള്ളവർക്കൊക്കെ നിങ്ങൾ കുറച്ച് ഇളവ് ചെയ്ത് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അഥവാ ഒരു പൈസ ഉള്ള ഒരാൾ സാധനം വാങ്ങി ക്രെഡിറ്റ് പറഞ്ഞറിയാം, നമ്മൾ കുറച്ച് മാസം അവധി കൊടുത്തു. ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ നമ്മൾ തുക കുറച്ച് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ് ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്. ഇതെന്തൊരു അറിവാണിത്? ഇത് 2 ലോകത്തേക്കും ഉപകാരപ്പെടുന്ന അറിവാണ്. അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് കച്ചവടത്തിൽ വിട്ടുവീഴ്ച കാണിച്ചതിന്റെ പേരിൽ. നീ ജനങ്ങൾക്ക് മാപ്പാക്കി കൊടുത്തു, നീ എന്നെക്കാൾ കരുണുള്ള ആളാകാണ്, നിന്റെ എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി തന്നെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മളൊരു കടയിൽ പോയി പൈസ കുറച്ച് കുറവാണ് കരുതാ കയ്യിൽ. അപ്പം ഒരു 25 രൂപ ബാക്കിയുണ്ട്. മൂപ്പർ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ഇതാ, നിങ്ങൾ ഫോൺ നമ്പർ ഇതാന്നൊക്കെ പറഞ്ഞു. നമ്മളിനി ആ വഴിക്ക് പോലെ മനസ്സിലായില്ലേ, ഇതെന്താണ് 25 രൂപയ്ക്ക്, ഇതെന്താ സംഭവം? ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. മൂപ്പരേ കുഴപ്പമില്ല, നിങ്ങൾ തരണമെന്നില്ല എന്നാണ്. നമ്മളിനി അവിടെ പോകും. മനസ്സിലായി? ഇനി നാളെ അവിടെ ചെല്ലുള്ളൂ. 25 രൂപ മൂപ്പർക്ക് നഷ്ടമായിട്ടില്ല. മൂപ്പർക്ക് നല്ലൊരു കസ്റ്റമറെ കിട്ടി, സ്ഥിരമായിട്ടുള്ള കസ്റ്റമറായി. ഈ വിഷയം പറഞ്ഞപ്പം എന്നോടൊരു പച്ചക്കറി കച്ചവടക്കാരൻ, കോട്ടയത്തുള്ള കച്ചവടക്കാരൻ പറയാണ്, ഞാൻ ഇങ്ങനത്തെ ചില ടിപ്സൊക്കെ ഉപയോഗിച്ചപ്പോൾ മാർക്കറ്റാണ് നന്നായിന്ന് പറഞ്ഞു. മാർക്കറ്റാണ് നന്നായിപ്പോയി. അതായത് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുമ്പോൾ 50 കിലോ എഴുതി തൂക്കിയിട്ട് വരും. അത് ഈ കാറ്റത്തൊക്കെ ഇതായി ഒന്ന് ഉണങ്ങി 49 ആവും. മുപ്പരോ നിങ്ങൾ തൂക്കി നോക്കാം, 49 1 കിലോ കൂടെ അധികം എടുത്തോന്നാണ്. ഈ കസ്റ്റമർ ഇനി പോവോ? 1 കിലോ പോയതല്ല, എത്രയോ ടണ്ണാ കിട്ടിയത്. ഇതുകൊണ്ട് ആഖിറവും കിട്ടി, ഇതുകൊണ്ട് ദുനിയാവും കിട്ടി. തിരിച്ചറിവുകൾ. ഹിക്മത്തിന് ഇമാമുകൾ ഒരുപാട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നബിതങ്ങൾ വന്നത് കിതാബും ഹിക്മത്തും പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അള്ളാഹു ഇതൊക്കെ പറഞ്ഞ് കടവും പലിശയും കച്ചവടമൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഈ ഹിക്മത്ത് കിട്ടിയവർ വിജയിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ ഖുർആന്റെ അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ഹുകമാ ആകണം എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും ടൺ കണക്കിന് അറിവുണ്ടെങ്കിലും ഇതെവിടെ എങ്ങനെ സപ്ലൈ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ, കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഒരുപക്ഷെ അറിവുകളൊക്കെ തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെവിടെ എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന കാര്യങ്ങളും
ഇതിനെങ്ങനെ ജനങ്ങളുടെ ഭാഷയിലെ ക്യാപ്സ്യൂളാക്കി അവരുടെ മനസ്സിലേക്ക് ഇറക്കാം എന്നുള്ളതും തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഹിക്മത്തിന്റെ പരിധിയിൽ ഇമാമുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഹിക്മത്ത് നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. അപ്പൊ ഹുക്കമാ, ഉലമാ, ഹുലമാ, സൽസ്വഭാവികളായ, അറിവുള്ള, തിരിച്ചറിവുള്ള, വലിയ ഹിക്മത്തുള്ള, തന്ത്രജ്ഞതയുള്ള, ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെ പറ്റി അറിയുന്ന, ആശയങ്ങളെ പറ്റി അറിയുന്ന, ഇവിടുത്തെ ഇസങ്ങളെ അറിയുന്ന, ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് വന്നാൽ അതിനെ നേരിടാൻ പറ്റുന്ന, കമ്മ്യൂണിസം വന്നാൽ അതിനെ ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഹിക്മത്തും ഇൽമും സൽസ്വഭാവമൊക്കെ ഉള്ള വലിയ ആളുകളായി മാറണം. ഇപ്പൊ എന്താ ഹാഫിദ് അതിന്റെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഖുർആന്റെ ഒരൊറ്റ വാക്ക് നിങ്ങൾ പറയേണ്ടവരും കൂനു റബ്ബാനിയീൻ, അള്ളാഹുവിന്റെ ആളുകളായി മാറണം, റബ്ബാനികളാകണം. ഇനി ഈ ഖുർആനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം, അമൽ ചെയ്യണം. പക്വത, ഉലമ എന്ന് പറഞ്ഞാൽ പക്വതയുള്ള സൽസ്വഭാവികൾ നടത്താം. അള്ളാഹുത്തിൽ നമുക്ക് നസീബാകട്ടെ. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് കിട്ടൂ, നല്ല ക്ഷമയുള്ളവർക്ക് അത് കിട്ടുന്നതാണ്. കാരണം ഇങ്ങോട്ട് 10 പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നബിമാരെ പോലെ പ്രതികരിക്കാന്നൊക്കെ പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, നടക്കുന്ന കാര്യമല്ല, എത്ര പെട്ടെന്ന് നടന്നോളണമെന്നില്ല. അപ്പൊ ആ രീതിയിൽ മാറലാണ് ഹിഫ്ദിന്റെ ലക്ഷ്യം. നിങ്ങൾ ഒരിക്കലും ഈ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കിയപ്പോൾ നിങ്ങളുടെ ജോലി കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. വലിയൊരു ജോലി നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. വളരെ എളുപ്പമാണത്. അതാണ് ഇതിന്റെ പരിഹാരം. നിങ്ങൾക്ക് ഇൽമ് ഏത് മാർഗത്തിലൂടെയും പഠിക്കാൻ പറ്റും. 2 രീതിയിൽ പോകാം നമുക്ക്. മനസ്സിലായില്ല? ഹാഫിൽ ആയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഗ്രി നഷ്ടപ്പെടുന്ന ആരും കരുത്. കാരണം ഇത് ചെറിയൊരു ആഡ് ഓൺ കോഴ്സാണ്. ഇതൊരു 3 വർഷം കൊണ്ട് തീരുന്ന കാര്യമാണ്. ചെറുപ്പത്തിൽ ഒരു 3 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നതിന്റെ പേരിൽ ഭൗതികമായിട്ട് നിങ്ങൾക്ക് മെച്ചം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, അതായത് ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥി 80% മാർക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് ഹിഫ്ലിന് വേണ്ടി വന്നതെങ്കിൽ ആ ഹിഫ്ലിന് ശേഷം സ്കൂളിൽ ടച്ച് വിട്ടുകൊണ്ടിരിക്കാനുള്ള കുറച്ച് ട്യൂഷനൊക്കെ കിട്ടുമല്ലോ. ഇനി 9th 10th പോകുമ്പം ഈ കുട്ടിക്ക് ഒരു 82, 85, 90, 95 ആകാം എന്നല്ലാതെ ഒരിക്കലും ആ സിലബസിൽ അതേ ക്രമത്തിൽ ഒരിക്കലും ആ കുട്ടീനെ 65 വരില്ല. കാരണം എന്താ? ഹിഫ്ദ് ചെയ്താൽ മാർക്ക് കൂടും. എന്താ കാരണം? ബർക്കത്ത് കിട്ടുന്നതാണോ? വെറും ബർക്കത്ത് അള്ളാഹുവിന്റെ സഹായത്തെ പറ്റില്ല, ഭൗതികമായിട്ട് ഞാൻ പറയുന്നത്. ഒരാള് ആരോഗ്യമുണ്ട്, 7ാം ക്ലാസ്സിലെത്തി, അത്യാവശ്യം സാധാരണ നോർമൽ ഹെൽത്തിയാണ്. ബീച്ചിലൂടെ ഡെയിലി കാല് കൊണ്ടുപോകുന്ന ഭാഗത്തൂടെ 1 കിലോമീറ്റർ ഓടും. അങ്ങനെ ഡെയിലി ഓടിയാലേ, ഒരു 3 കൊല്ലം ഓടിയാലേ ആ കുട്ടിന്റെ ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒരു 10th എത്തിക്കഴിഞ്ഞാൽ 100 മീറ്റർ ഓടാൻ പറ്റുന്ന കുട്ടിയായിരിക്കോ പറ്റാത്ത കുട്ടിയായിരിക്കോ? നിങ്ങൾ പറയും. 3 വർഷമായിട്ട് അവൻ കടപ്പുറത്ത് പോയിട്ട് 1 കിലോമീറ്റർ പൂയിൽ ഓടുന്നുണ്ട്. ഈ കുട്ടി നിങ്ങൾ കൊണ്ടുവന്ന് താണേന്ന് അടുത്ത സ്ഥലം വരെ സാധാരണ പ്രതലത്തിൽ 100 മീറ്റർ ഓടാൻ പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ ഓടോ അതോ കുറച്ചും കൂടെ സ്പീഡിൽ ഓടോ? കാരണം ശാരീരികമായി നല്ല വർക്കൗട്ട് കിട്ടിയില്ലേ, ഫിസിക്കൽ ശക്തി കൂടിയില്ലേ? ഇതേപോലെ ഹിഫ്ദിലൂടെ നിങ്ങൾ നിങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി, ബൈഹാർട്ടാക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി, വായിക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി രാവും പകലും ഉപയോഗിച്ചോ അതോ വെറുതെ ഇരുന്നോ? നിങ്ങളുടെ ഓർമ്മകളുടെ അറകളൊക്കെ ഉപയോഗിച്ചോ അതോ വെറുതെ ഇരുന്നോ? മാക്സിമം ഉപയോഗിച്ചില്ലേ? ഇനി നിങ്ങൾക്കൊരു ബുക്ക് പഠിക്കാൻ എന്താ പണിയുള്ളത്? 3 വർഷം രാവും പകലും പഠിച്ച വിദ്യാർത്ഥിക്ക് ഇനി സ്കൂൾ പോകുന്ന കുട്ടികൾ വൈകുന്നേരം പഠിച്ചു. നിങ്ങൾ രാവും പകലും പഠിച്ചു, ആ മസ്തിഷ്ക വ്യായാമം നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കാൻ പോയാലും നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ കഴിവോടുകൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പൊ ഭൗതികമായിട്ട് നഷ്ടം ഹിഫ്ദിന്റെ പേരിൽ എന്തായാലും ഇല്ല. ഇനി ആളുകൾക്ക് അടുത്ത ആശങ്ക ഇൽമു പഠിക്കാനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ആകെ 2 രീതിയിലുള്ള അച്ച് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ 3 വർഷം കൊണ്ട് ഹാഫിളാവാം, അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് ആലിമാകാം. ഇതെല്ലാത്ത രീതിയിലും ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ പറ്റും. ഇതെല്ലാത്ത രീതിയിലും പഠിക്കാൻ പറ്റും. ഏത് സമയത്ത് എവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ അനിൽ മാരിഫിലെ അസീസ് ഉസ്താദ് നിങ്ങൾക്കറിയില്ലേ? ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സമയത്തും അദ്ദേഹത്തിന് എഴുത്തും വായന ഉണ്ടായിരുന്നു. ഏത് ജോലി ചെയ്താലും അദ്ദേഹം നിൽക്കുന്ന നിപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നേരെ വന്നിട്ട് ഹദീസ് പഠിപ്പിക്കാൻ പറ്റും, ഫിഖ് പഠിപ്പിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും സ്ലോ ആയ ട്രെയിൻ നോക്കി എടുക്കും. മനസ്സിലായില്ല? ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്നിട്ട് ഒരാളുടെ കൂട്ടി എന്നിട്ട് കിതാബ് വായിക്കും. എല്ലാവരും വേഗത്തിന് ട്രെയിനിലാണ് നോക്കാം. ഇത് പതുക്കത്തിന് ട്രെയിൻ നോക്കിയിട്ട് കയറിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, 2 പേരിരുന്ന്. അപ്പം വായനാശീലമുള്ളവർ, അവർക്ക് 10 ആൾ വേണ്ട വായിക്കാൻ, അവരൊരാൾ ഇരുന്നിട്ടും വായിക്കും, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ത്വര
നമുക്കുണ്ടാകണം. ഇന്ന് ലോകത്ത് വലിയ വലിയ ആലിമീങ്ങളുണ്ട്. കൺവെൻഷനൽ മെത്തേഡിലൂടെ അല്ലാതെ, പരമ്പരാഗത വഴിയിലൂടെ അല്ലാതെ, 7-8 വർഷത്തിലൂടെ അല്ലാതെ 4 വർഷം കൊണ്ട് ആലിമായതും ഡിഗ്രിയും LLBയും ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഹദീസ് പണ്ഡിതന്മാരായതും, ഹദീസ് പണ്ഡിതന്മാരെ ലോകത്തറിയപ്പെടുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ. ഇപ്പൊ കഠിനമായ ആഗ്രഹവും അശാന്ത പരിശ്രമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വഴികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം സ്കൂളിനെ പറ്റി, കോഴ്സിനെ പറ്റിയൊക്കെ പറയാൻ ഇവിടെ അനീസ് സാറുണ്ട്. ബാക്കി അധ്യാപന മേഖലയിലും ഈ സ്കൂൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് കേൾക്കുന്ന ഡോക്ടർ, എഞ്ചിനീയർ, ഇതിലെന്ത് വേണം, ഇനി ഇതല്ലാത്ത എന്തെല്ലാം വഴികളുണ്ട് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറയാണ്. ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ് മെയിനായിട്ട് പഠിക്കാം, ബാക്കി പാർട്ട് ടൈമായിട്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഹദീസും ഫിഖ്ഹും പഠിക്കണം, അത് പ്രാധാന്യത്തോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന സമയത്ത് തൽക്കാലം ഒരു അവധി വെച്ചിട്ട് ആ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ നിർത്തിയെടുത്തോടെ ഏതെങ്കിലും ഒരു കോമയിൽ ഒരു ഫുൾ സ്റ്റോപ്പിൽ നിർത്തി വെക്കാം, SSLC അല്ലെങ്കിൽ +2. ചില സമയത്ത് നമ്മൾ ഇൽമിയായ കാര്യങ്ങൾ പ്രധാന വിഷയമായിട്ട് എടുക്കാം. വേറൊരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാലിക വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ഡിഗ്രി നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഏർപ്പെടുക. ആ സമയത്ത് പോലും ഇതിന്റെ ടച്ച് വിട്ടുപോകാതിരിക്കാൻ അറബി അല്ലെങ്കിൽ ഇൽമിയായ വിഷയങ്ങൾ പഠിക്കുക. അതിന് രണ്ട് ഗ്രേഡാണ് ഉള്ളത്. ഒന്ന് അറബി പഠിക്കലാണ്, രണ്ടാമത്തേത് ഇൽമു പഠിക്കലാണ്. 2 മേഖലയിൽ നമുക്ക് ഇൽമു പഠിക്കാൻ പറ്റാം. ഒന്ന് അറബി പഠിക്കാം, 2 ഇൽമു പഠിക്കാം. ഈ അറബി പഠിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു 80-20 എന്ന് പറയാൻ പറ്റും. 80-20 എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള അറബി പഠിക്കാൻ കുറഞ്ഞ പരിശ്രമം ആവശ്യമുള്ളൂ, കുറഞ്ഞ ഇത്. പിന്നെ ബാക്കി വലിയ അധ്വാനം വേണ്ടി വരുന്ന കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും വരാത്ത സംഗതികളാണ്. അപ്പോൾ ഒരു ക്യാപ്സ്യൂളായിട്ട് അറബി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കൂടെ അല്ലെങ്കിൽ കോളേജിൻ്റെ കൂടെ അത് പഠിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ എത്രയോ വീട്ടമ്മമാരുണ്ട്, എത്രയോ ജോലിക്കാരുണ്ട്. സാധാരണ മദ്രസകളിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ അറബി പഠിക്കുന്നവർ. അപ്പം അതിന് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ സൗദിയിൽ പോകുന്ന ഒരു പ്ലംബർ കുറച്ച് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് അറബി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ഞാനൊരു ഡോക്ടറെ കണ്ടു, അവരോട് ചോദിച്ചു അറബി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ ഇടയിൽ മലയാളം, നിങ്ങൾ മലയാളിയാണ്, പിന്നെ എന്തിനാ അറബി ഇംഗ്ലീഷൊക്കെ, മലയാളം പറഞ്ഞാൽ പോരെ. പക്ഷെ നിങ്ങളിവിടുന്ന് അറബി, അപ്പോൾ എനിക്ക് പല്ലിൻ്റെ എല്ലാ അറബി അറിയാമെന്ന് പറഞ്ഞു. മനസ്സിലല്ല, അതായത് പല്ലുമായി ബന്ധപ്പെട്ട അറബിയെല്ലാം എനിക്കറിയാമെന്ന്. അപ്പം അദ്ദേഹത്തിന് വേണ്ട അറബി അദ്ദേഹം പഠിച്ചു. അപ്പം ഈ അറബി ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഗ്രേഡാക്കി നമ്മൾ പറഞ്ഞല്ലോ. മദ്രസകളിൽ ആദ്യം അറബി പഠിക്കണം, 1, 2, 3, 4 ക്ലാസ്, അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷം കൂട്ടിക്കോ. അപ്പം അവിടെ സാധാരണ സ്ഥാപനങ്ങളിൽ അത് മദ്രസ ആയതുകൊണ്ട്, അറബി കോളേജ് ആയതുകൊണ്ട് ഒരുപാട് എക്സ്ട്രാ സബ്ജക്റ്റുകൾ വരാറുണ്ട്. നിങ്ങൾ ദീനാത്തിലെ പുസ്തകം, നിങ്ങൾ ഉറുദുവും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു കുട്ടി ആ ഉറുദു പഠിച്ചില്ലെങ്കിലും അക്കീദിയും ദീനാത്തും ബാക്കിയുള്ള ഹദീസും പഠിച്ചാൽ തന്നെ മെയിൻ ദീൻ കിട്ടിയല്ലോ. ഫുൾ ടൈം വരുന്ന ആൾ ആ ഉറുദുവും കൂടെ പഠിച്ചോട്ടെ. ഒരാൾ ഉറുദു പഠിച്ചില്ല എന്ന് കരുതിയിട്ട് മദ്രസ പഠനത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇതേപോലെ ഒരാൾ സെലക്ട് ചെയ്യണം, നമുക്ക് ഇതിൽ എന്ത് പഠിക്കണം. അപ്പം അങ്ങനെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് പെൻഡിങ്ങിലേക്ക് വെക്കാവുന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1-2 വർഷത്തിന് അറബി ഭാഷ മാത്രം എടുക്കാം. അതിൽ തന്നെ 4 ഭാഗമുണ്ട്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. 2 റീഡിങ്, റൈറ്റിംഗ് ഒരു സെറ്റാണ്. ലിസണിങ്, സ്പീക്കിംഗ് വേറൊരു സെറ്റാണ്. ഓക്കെ, ലിസണിങ്, സ്പീക്കിംഗ് ഒരു സെറ്റാണ്, റീഡിങ്, റൈറ്റിംഗ്. നമ്മളിത് മനസ്സിലാക്കാതെ എത്ര വർഷം അറബി പഠിച്ചാലും എല്ലാം നേടാൻ പറ്റണമെന്നില്ല. നമ്മൾ എത്ര കാലം റീഡിങ്, റൈറ്റിംഗ് നടത്തിയിരുന്നാലും നമുക്ക് അറബി സംസാരിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെ കാണാം. ടെക്സ്റ്റ് ബുക്കൊക്കെ തയ്യാറാക്കുന്ന ആളുടത്തേക്ക് ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുപോയി ചെന്നാൽ ഞാൻ ഇപ്പം വരാന്നിട്ട് ബാക്കിലൂടെ അങ്ങ് പോകും. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കും, അതിൽ തെറ്റ് തിരുത്താന്നല്ലാതെ ഇംഗ്ലീഷ് സംസാരിച്ച് ഉപരിക്ക് ശീലമില്ല, ഉപരിക്ക് സംസാരിക്കാൻ കഴിയില്ല. എത്ര വലിയ PhD എടുത്ത ആളാണെങ്കിലും ശരി. അതേസമയത്ത് ഏതെങ്കിലും ടൂറിസ്റ്റ് സെന്ററിൽ ഓട്ടോക്കാരനെ കൊണ്ടുപോയി നോക്കുന്നത്, അദ്ദേഹത്തിന് ഡിഗ്രി ഒന്നുമില്ല, PG ഇല്ല, ഉപരി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ ഉപരി ഒരുപാട് പേരത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോയി നിങ്ങൾ ഇംഗ്ലീഷാണ് എടുക്കുക, ഇവർ തമ്മിൽ 5 മിനിറ്റ് കമ്പനിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ലിസണിങ് നടത്തിയിട്ടുണ്ട്. കുറേ ഇംഗ്ലീഷ് കേട്ടപ്പോൾ അതുപോലെ അങ്ങ് പറയാൻ പഠിച്ചു. അപ്പോൾ ഒന്ന് ലിസണിങ്, സ്പീക്കിംഗ് ആണ്, ഒന്ന് റീഡിങ്, റൈറ്റിംഗ് ആണ്. നമുക്ക് ഇൽമു പഠിക്കാൻ വേണ്ടത്
റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. നമുക്ക് എഴുതാനും വായിക്കാനും പഠിച്ചാൽ മതി, ഇൽമു പഠിക്കാൻ. സംസാരിക്കാൻ അറിയണമെന്നില്ല, സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് ഇൽമു വരണമെന്നില്ല. അപ്പം റീഡിങ് റൈറ്റിംഗ് നമ്മൾ ഫോക്കസ് ചെയ്തു. ആ ആദ്യത്തെ 2 വർഷങ്ങളിലുള്ള അറബി ഭാഷയിലെ റീഡിങ് റൈറ്റിങ്ങിൻ്റെ ഭാഗം മാത്രം നമ്മൾ എടുത്തു. നിങ്ങൾ ഒരു ഭാഗത്ത് +2 പഠിക്കുകയാണ്, അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുകയാണെന്ന് കരുതാം. നിങ്ങൾ ആഗ്രഹം വിട്ടിട്ടില്ല. ഉൾക്കടമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാലിക വിദ്യാഭ്യാസത്തോടൊപ്പം അറബി പഠനം നടത്താൻ പറ്റും. ഈ അറബി പഠനം നടത്തി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹദീസും തഫ്സീറൊക്കെ പഠിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ മെയിനായിട്ട് എടുക്കുക. നിങ്ങളൊരു മദ്രസയിൽ പോയി താമസിക്കുക. ആ സമയത്ത് നിങ്ങളുടെ കാലിക വിദ്യാഭ്യാസത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ അതിനെ ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ അതിനെ തൽക്കാലത്തേക്ക് പെൻഡിങ്ങിൽ വെക്കുകയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആളുകളുടെ ആശങ്ക ഒന്ന്, എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നില്ല. ഈ പഠിക്കുന്നത് തന്നെ 2 കാര്യത്തിന് വേണ്ടിയാണ്, 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ഇസ്സത്തിന് വേണ്ടിയാണ്, രണ്ടാമത്തേത് സമ്പാദ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഇസ്സത്താണ്, 2 സമ്പാദ്യമാണ്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇൽമിന്റെ വഴി ഒരാൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്സത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത് ലോകത്ത് ഒരാൾക്കും കിട്ടില്ല. നിങ്ങൾ ഖുർആൻ പഠിച്ചു, ഹിഫ്ള് ചെയ്തു, ഇനി നിങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി കടന്നു. 3 കാര്യങ്ങൾ നിങ്ങൾ സമ്പൂർണ്ണരായി കഴിഞ്ഞാൽ, സമ്പൂർണ്ണ ആളുകൾക്ക് വേണ്ട ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്സത്തിന് വേണ്ടി ലോകത്ത് വേറെ ഒരു കരിയറും അതിനേക്കാൾ ഇസ്സത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഒന്ന്, ഇൽമിൽ നിങ്ങൾ ടോപ്പായിരിക്കണം. ഇൽമിൽ ടോപ്പാകാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ രസകരമായ രീതിയിൽ പഠിക്കാൻ പറ്റും. ഈ അറബി പഠനം നന്നായാൽ ഇൽമു പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. ഇന്ന് എന്തുകൊണ്ടാണെന്നറിയാം, പലപ്പോഴും ആലിം കോഴ്സ് പൂർത്തിയാകാതെ പോകുന്നത് ഇവർ ഈ ആദ്യത്തെ വർഷങ്ങൾ ശ്രദ്ധിക്കൂല. ചിലപ്പോൾ അറബി പഠനത്തിൽ പുറകിലേക്കും റീഡിങ് റൈറ്റിംഗ് ദുർബലാണ്. ഇനി ഇവർക്ക് 4 കൊല്ലം പീഡനമായിട്ടാണ് തോന്നുക. മനസ്സിലായില്ല, കാരണം ചൈനീസ് ബുക്ക് പോലെ ഉണ്ടാവും ഇത്. ഒരു ചൈനീസ് ബുക്ക് എന്നിട്ട് 4 കൊല്ലം പഠിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇത് നമുക്കറിയില്ലല്ലോ, ഇത് വായിക്കാനും കഴിഞ്ഞാൽ ഒരാൾ വായിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും. പകരം ഒരു മലയാളം കഥ പുസ്തകമാണെങ്കിലോ ഒരുപാട് അറിവുകളുള്ള, എനിക്കറിയുന്ന ഭാഷയിലുള്ള പുസ്തകം ഞാൻ സുഖമായിട്ട് ഇത് വായിക്കും, പഠിക്കും. അപ്പം അറബി ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ രസകരമായിട്ട് തന്നെ ഇൽമു പഠിക്കാൻ പറ്റും, ആസ്വദിച്ചുകൊണ്ട് ഇൽമു പഠിക്കാൻ പറ്റും. എന്തെല്ലാം വിഷയങ്ങൾ, എല്ലാ കാര്യങ്ങളും. ഉദാഹരണത്തിന് ഇവിടുത്തെ ഇന്ന് മോഡേൺ ഫിലോസഫി യഥാർത്ഥത്തിൽ ഇന്നലെ ഒരാൾ പറയണം കേട്ടോ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരാൾ പറയാണ്, ദർസെ നിസാമി പിൻവലിച്ചിട്ട് പുതിയ സിലബസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇന്നുള്ള അറബി കോളേജുകളുടെ സിലബസ് പിൻവലിച്ചിട്ട് കുറച്ച് മോഡേൺ ഫിലോസഫിയും സയൻസൊക്കെ പറയുന്ന പുസ്തകം പറയുന്നുണ്ട്. പറഞ്ഞു അതല്ല വേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് രവിചന്ദ്രനും ഷൊയ്ബുൽ ഹൈതമി നടന്ന സംവാദം കണ്ടവരുണ്ടാകും. എത്രയോ BSc-ക്കാരും എത്രയോ MSc-ക്കാരും എത്രയോ കാലമായി സംവാദം നടത്തുന്നു. ഒരു ഷൊയ്ബുൽ ഹൈതമിന്റെ സംവാദം മാത്രം വലിയ ക്ലിക്കായി, ഹൈലൈറ്റായി. ആളുകൾ പറയുന്നത്, ഓ തലേ കെട്ടിട്ട് ഉസ്താദ്മാർക്കൊക്കെ വിവരം ഉണ്ടല്ലേ എന്ന ആളുകൾ പറയാൻ തുടങ്ങി. സത്യത്തിൽ എന്താ സംഭവം എന്നറിയോ, ഇവർ ഈ സയൻസും ഫിലോസഫിയൊക്കെ പഠിക്കുന്നത് അറബിയിലാണ്. ആൾക്കാർ ചോദിക്കുന്നത് ഇംഗ്ലീഷിലല്ലേ മലയാളത്തിലാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന അറബി പറഞ്ഞെടുത്ത് എങ്ങനെ ഉണ്ടാവും? പകരം ആ കണ്ടന്റിനെ ഇംഗ്ലീഷിലാക്കുകയും എന്നിട്ട് ഇന്നത്തെ ഫിലോസഫി എവിടെ എത്തി നിൽക്കുന്നോ അതുമായി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്താൽ ലോകത്ത് ഒരാൾക്ക് നേരിടാൻ കഴിയില്ല. ഞാനിപ്പോൾ ഒരാളുടെ ഒരു പുസ്തകം ഉദാഹരണത്തിന് പറയാം. വില്യം ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫിലോസഫറാണ് അദ്ദേഹം. ആധുനിക ഫിലോസഫികളെ പറ്റി പുസ്തകം എഴുതി, കലാം, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റും മറ്റും. ഇതിൽ അദ്ദേഹം പറയണം, ആരെങ്കിലും ഇത് പുതിയ വിഷയമാണെന്ന് കരുതുകയാണെങ്കിൽ മൂപ്പര് ഉപയോഗിച്ച വാക്കുന്നത് നെയ്യു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ലെന്നാണ്. ആരെങ്കിലും ഇതൊരു പുതിയ സയൻസാണ്, പുതിയ വിഷയമാണെന്ന് കരുതുകയാണെങ്കിൽ മൂപ്പർക്ക് വിവരമില്ലെന്നാണ് പറഞ്ഞത്. അത് ഇമാം ഗസാലിക്ക് എത്രയോ കാലം മുമ്പ് എഴുതിയ കാര്യങ്ങളാണ്. അദ്ദേഹം നമ്മൾ പ്രശംസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമാം ഗസാലിയെ പ്രശംസിക്കുകയാണ്. ഈ ദർസ നിസാമി എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ ആളുടെ ഞാൻ പറഞ്ഞു, അല്ല, ഇത് പഴയ അരിസ്റ്റോട്ടിൽ എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫിയിൽ എന്താ പറഞ്ഞത്, എന്തൊക്കെ ഇസങ്ങൾ ലോകത്തുണ്ട്. ഇന്ന് നിരീശ്വരവാദികളുടെ കൂടുതൽ കുറച്ച് വിവരമുള്ളവർ എവിടെയാ നിൽക്കാന്നറിയോ? അറിവില്ലാത്ത ആള് നിരീശ്വരവാദിയാവാം, അറിവുള്ള ആള് സന്ദേഹവാദിയാവാം. അദ്ദേഹം പറയും ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലെന്നേ പറയുള്ളൂ. ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദിയുടെ മകൻ ഒരിക്കലും ഞാൻ എയ്ത്തിസ്റ്റാന്ന് പറയില്ല, ഞാൻ എഗ്നോസ്റ്റിക്കാന്നാ പറയാം, ഞാൻ സന്ദേഹവാദിയാന്നാ പറയാം. ഈ സന്ദേഹവാദികളെ കുറിച്ച് മുൻപേ പരാമർശിച്ചിട്ടുണ്ട്. ലാ അദ്രിയ എന്ന് പറയുന്നൊരു വിഭാഗം. അവരുടെ നേതാക്കൾ ആരാണ്, അവരുടെ വാദങ്ങൾ എന്താണ്? അത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ ബുദ്ധിജീവിയായി, അറബിയിൽ പറഞ്ഞാൽ പഴഞ്ചനായി. മനസ്സിലായില്ലേ? അറബിയിൽ ഇത് പറഞ്ഞാൽ ആള് പഴഞ്ചനായി, അത് ഇംഗ്ലീഷ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞാൽ സ്കോളറായി, വിദ്യാഭ്യാസമുള്ള ആളായി, ബുദ്ധിജീവിയായി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രസകരമായി പഠിക്കാനുള്ള,
താല്പര്യത്തോടെ പഠിക്കുന്നവർക്ക്, ആഴത്തിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് എത്ര കാലം വേണമെങ്കിലും രസകരമായി പഠിക്കാനുള്ള, രണ്ട് ലോകവും സമ്പാദിക്കാനുള്ള ഒരുപാട് അറിവുകളാണ് നമ്മുടെ ഇമാമുകൾ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളത്. അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് മാറ്റാനും ഇന്നത്തെ അറിവുകളുമായിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനെ റോ മെറ്റീരിയൽ അവിടെ ഉണ്ട്, അതിനെ ക്യാപ്സ്യൂളാക്കാനും, നേരത്തെ പറഞ്ഞ ഹുക്കമ എന്ന് പറഞ്ഞല്ലോ, അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് മാറ്റി ഉപയോഗിക്കാനുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കണം. അങ്ങനെ ഇൽമിന്റെ മേഖലയിലേക്ക് നിങ്ങൾ കടന്നാൽ പ്ലസ് 3 കാര്യമുണ്ട്. ഒന്ന്, ആഴത്തിൽ ഇൽമു പഠിക്കുന്നു. ഒരാൾ വന്നൊരു വിഷയം ചോദിക്കുമ്പോൾ ഉസ്താദിന് ആ വിഷയം അറിയാം, അപ്പോൾ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൂടാണ്. ഇദ്ദേഹം 5 ആഴ്ച 5 മസല ചോദിച്ചു, 5നും അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ബഹുമാനം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഒന്ന്, ഇദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളും ചോദിക്കാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം എവിടെയെങ്കിലും പഠിച്ചു വന്നാൽ അതിനെപ്പറ്റി അതിനേക്കാൾ കൂടുതൽ ഈ ഉസ്താദ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ റെസ്പെക്ട് വന്നു. ഒരു ഭാഗം പൂർത്തിയായി. പിറ്റേന്ന് സുബഹിക്കൊക്കെ ഉസ്താദിനെ കാണുന്നില്ല പള്ളിയിൽ, മനസ്സിലായില്ലേ? ഉസ്താദ് 7:30 കാണിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഉണ്ടായ റെസ്പെക്ട് അങ്ങ് പോയി. പകരം രണ്ടാമത്തെ കാര്യം, അമലിൽ ഇദ്ദേഹം മുമ്പന്തിയിലാണ്. ഉലമാക്കളെ തിരിച്ചറിയപ്പെടണം. ജനങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നോമ്പുകാരായിരിക്കും, ജനങ്ങൾ ഉറങ്ങുമ്പോൾ അവർ നിസ്കരിക്കുകയായിരിക്കും, ആളുകൾ ഗഫ്ലത്തിലാകുമ്പോൾ അവർ ദിക്റിലായിരിക്കും. അപ്പൊ ഈ ഇൽമ കൊണ്ട് അവർ അമലി രംഗത്ത് വേറിട്ട് നിന്നാൽ വീണ്ടും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ബഹുമാനം വരാണ്. ഇദ്ദേഹം എങ്ങനെ മത്സരിച്ചിട്ട് ഇതുപോലെ ആകാൻ പറ്റുന്നില്ല. ഇൽമുണ്ട്, അമലുണ്ട്. മൂന്നാമത്തേത് സൽസ്വഭാവിയാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാം, ആളുകളുമായിട്ട് പെരുമാറാൻ അറിയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മൾ ഇൽമും അമലൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫിത്നക്കാരനായിട്ട് മാറിയാൽ, പ്രശ്നക്കാരനായിട്ട് മാറിയാൽ ഈ 2 ബഹുമാനം നേരെ മാറി ഇല്ലാതായി പോകും. അപ്പം നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും ഇൽമിലും അമലിലും, അത് ഇൽമു കൊണ്ട് അമലിൽ ഒരു സാലിഹായ മനുഷ്യൻ എങ്ങനെ ആയിട്ടും ഇതുപോലെ ആകാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ബഹുമാനം ഉണ്ടാകും. അഖ്ലാഖ്, 3 കാര്യം. ഈ 3 കാര്യത്തിൽ എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. ഏതൊക്കെ 3 കാര്യങ്ങൾ? അതിൽ നമ്മൾ ടോപ്പായി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ ബഹുമാനിച്ചിരിക്കും. ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. ലോകം നിങ്ങളെ ബഹുമാനിക്കും. ഏതൊക്കെ 3 കാര്യങ്ങൾ? അറിവിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ മുമ്പിലെത്തണം. പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അമലിന്റെ കാര്യത്തിൽ ടോപ്പിലെത്തണം. മൂന്നാമത്തേത് നബിതങ്ങളുടെ സ്വഭാവമൊക്കെ ടെസ്റ്റ് ചെയ്ത നബിതങ്ങളെ പോലും വിട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി വന്നിട്ട് തന്ന പൈസ എവിടെന്ന് വെച്ച്, പിന്നെ തരാം സാവകാശപ്പെടുന്നതാണ്. തുണിയിട്ട് മുറുക്കി കഴുത്തില്. സഹാബികൾക്ക് ദേഷ്യപ്പെടും, പൈസ വേണം, നമ്മൾ തരൂലേ? നബിതങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കാണെന്ന് വെച്ച് പറഞ്ഞു. തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിവേകം കാണിച്ചാൽ ക്ഷമ വർദ്ധിക്കും. അതുണ്ടോന്ന് നോക്കിയതാണെന്നാണ്. മനസ്സിലായില്ലേ? തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിവേകം കാണിച്ചാൽ ക്ഷമിക്കും. അതുണ്ടോ ഇല്ലെന്ന് നോക്കിയതാണ്. കഴുത്തിൽ തുണിയിട്ട് മുറുക്കി നോക്കുക, സ്വഭാവം ശരിയുണ്ടോ? അതിലൊക്കെ ടോപ്പായി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആളുകൾ സ്വഭാവമൊക്കെ പരിശോധിക്കും. ദേഷ്യം പിടിക്കുന്ന ആളാണ്, വലിയൊരു ആലിമ, സാധാരണ നാട്ടുകാർ പറയാത്തൊരു ചീത്തവാക്ക് പറഞ്ഞാൽ എന്നിട്ട് എനിക്ക് ബഹുമാനം കിട്ടില്ല എന്നിട്ട് കാര്യമുണ്ടോ? ബഹുമാനം എവിടുന്നാ കിട്ടുക? ഏറ്റവും നല്ല സൽസ്വഭാവികളെക്കാൾ വലിയ സൽസ്വഭാവികളായിട്ട് ആലിമ്യങ്ങൾ മാറിയാലല്ലേ ബഹുമാനം നമുക്ക് കിട്ടാം. അപ്പൊ ഉറപ്പായിട്ടും ഇസ്സത്താണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇസ്സത്ത് കിട്ടാനുള്ള വഴി ഇതാണ്. ഇന്ന് ഭൗതികവാദികൾ പോലും മനസ്സിലാക്കി ഏറ്റവും നല്ല ഫീൽഡ് ഇതാണല്ലോ. ഏറ്റവും കൂടുതൽ ഇസ്സത്ത് കിട്ടാൻ, ഏറ്റവും കൂടുതൽ ബഹുമാനം, മനസ്സിൽ നിന്നുള്ള യഥാർത്ഥ ബഹുമാനം കിട്ടാൻ ഷാഹിദ് അഫ്രീദി പറഞ്ഞൊരു കാര്യമില്ലേ? ഷാഹിദ് അഫ്രീദി എന്ന ലോകത്തെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള അത്ലറ്റുകളുടെ ഒരാളാണ്. ബാക്കി ഗ്ലാമർ ലോകത്ത് നിൽക്കുന്നവർ പോലെ മൂപ്പരെ പുറകിലുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ജമാഅത്തിൽ പോയി, നിങ്ങൾ എങ്ങനെ ഈ മൗലാനമാരെ കൂടെ സാധാരണക്കാർ ചെയ്യുന്ന പോലെ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കും ആലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക് പോയിട്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്കും കുറെ ഫാൻസ് ഉണ്ട്, ഇവർക്കും ഉണ്ട്. നമ്മൾ സ്ക്രീനിൽ നിന്ന് പോയി നമ്മളിത് പോയി, ഇവരിത് വയസ്സാകുന്നവർ കൂടി വരാന്ന് പറഞ്ഞു. അതായത് ഇവരുടെ ഫാൻസ് പോകുന്നില്ല, ഇവർക്ക് പ്രായമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്ന ആളുണ്ട്, ഇവർക്ക് അതിലൂടെ ആഗ്രഹവും കിട്ടുന്നുണ്ട്. നമ്മൾ ലൈം ലൈറ്റിൽ വെള്ളി വെളിച്ചത്തിൽ ഉണ്ടായാലും മാത്രം നമ്മളുടെ കൂടെ ആളുണ്ട്, അത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആള് പോയി. അപ്പൊ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയാണ്, അത് ദീനിലൂടെ കിട്ടുന്ന ഉയർച്ചയേക്കാൾ വലുതാണ്, അതായത് ഭൗതികമായ മേഖലയിൽ കിട്ടുന്ന ഉയർച്ചയേക്കാൾ വലുതാണ് ദീനിന്റെ വഴിയിൽ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ദീനിന്റെ വഴി തിരഞ്ഞെടുത്തു. ജുനൈദ് ജംഷീദ് പറഞ്ഞില്ലേ, വലിയ വലിയ ഫെയറുകളില് നടന്മാരെ പേരൊക്കെ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ പേര് ഇതുപോലെ വരണം. അത് അദ്ദേഹത്തിന് പൈസയേക്കാൾ വലുത് പേരായിരുന്നു. അദ്ദേഹം പറയാണ്, അതാ പറഞ്ഞത്, നിങ്ങൾ ഇൽമിന് വേണ്ടി എന്താണോ കൊടുത്തത് അതിനേക്കാൾ വലുത് കിട്ടും. നിങ്ങൾ 30 മാർക്കേ ആകെ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് 90 ആയില്ല എന്ന് പറയരുത്. മനസ്സിലായില്ലേ? 30 ആണ് കൊടുത്തതെങ്കിൽ 35 കിട്ടും.
ഇൽമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ലാ യുഅ്തീക ബഅ്ലഹു ഹത്താ തുഅ്തിയഹു കുല്ലക. നീ ഇൽമിന് വേണ്ടി മുഴുവൻ കൊടുത്താൽ ഇൽമു നിനക്ക് കുറച്ച് തരുന്ന പറഞ്ഞത്. കുറച്ച് കൊടുത്താൽ കുറച്ച് തരാന്നല്ല, ഫുള്ള് കൊടുത്താൽ ഫുള്ള് തരാന്നല്ല. നമ്മൾ അതിന് വില കൊടുക്കണം. വില കൊടുക്കാൻ നിങ്ങൾക്ക് വില കൊടുക്കുന്നതിന്റെ ഉദാഹരണം പറയാം. നാളെ ഒരു കല്യാണം ഉണ്ട് വീട്ടിൽ, ക്ലാസ്സും ഉണ്ട്. ഈ ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തെക്കാൾ നല്ല ക്ലാസ് എടുക്കുന്ന ആൾ യൂട്യൂബിൽ വേറെ ഉണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് അവിടെ ആ ക്ലാസ്സിലെ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയമേ ഇല്ല. നല്ലൊരു വിദ്യാർത്ഥിനെ നോട്ട് വാങ്ങി നോട്ട് എഴുതാൻ പറ്റും. ഞാൻ സമയം ചുരുക്കി പറയട്ടോ. നാളത്തെ കല്യാണത്തിന് പോണോ വേണ്ടേ അതോ ക്ലാസ്സിൽ ഇരിക്കണോ എന്നൊരു വിഷയം വന്നാൽ ഇവിടെ ഈ ക്ലാസ് നമ്മൾ കേട്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഈ ദർസിന് എത്ര വില കൊടുത്തുള്ളതാണ് വിഷയം. നമ്മൾ ഈ ദർസിന് ഇൽമിന് നമ്മൾ എത്ര വില കൊടുത്തു. വീട്ടിലെ വളരെ അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് പോകാതെ നമ്മുടെ ഒരു തഫ്സീറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്താൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ തെളിയിക്കുകയാണ്, ഞാൻ എൻ്റെ വിലപ്പെട്ടത് ഇതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അവിടെ നല്ല പോസ്റ്റർ കണ്ടു, ഇന്ന് യൂണിവേഴ്സിറ്റി ബാങ്ക് വേഗം ഡിഗ്രി കിട്ടും, പോവാം, ഹലാലായ കോഴ്സാണ്. ഈ കുട്ടി വിചാരിക്കണം അതിന് കുറച്ച് സമയം അധികം പോയാൽ എൻ്റെ ഈ പ്രാവശ്യത്തെ ഇബ്നു കസീർ വായിക്കുന്നത് കുറഞ്ഞു പോകും. അങ്ങനെ അദ്ദേഹം അത് ത്യജിച്ചുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെങ്കിൽ അതിലൂടെ എന്താണ് അപ്പോൾ അതിനേക്കാൾ വലിയ അള്ളാഹു കൊടുത്തിരിക്കും. എന്താണോ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത് ഏറ്റവും നല്ല. ഒരാൾക്ക് ഒരു ആഗ്രഹം 5 മക്കളിൽ ഒരാളെ ആലിമാക്കണം. അപ്പം അദ്ദേഹം നോക്കണം ഏറ്റവും സമർത്ഥനാരാണ്, ഏറ്റവും നല്ല കഴിവുള്ള ആളാണ്, അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ എന്താണോ അദ്ദേഹത്തിലൂടെ ഭൗതിക ലോകത്ത് കിട്ടുക അതിനേക്കാൾ നല്ലത് അള്ളാഹു തന്നിരിക്കും. ഒരു സംശയമില്ല. അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ അറിയില്ലെന്നർത്ഥം. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാൾ നല്ല അള്ളാഹു തല തിരിച്ചു തരും. അപ്പം ഏറ്റവും നല്ലത് ദുനിയാവിൽ കിട്ടാൻ ഇസ്സത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും നല്ല വഴി ഇതാണ്, ഇൽമിന്റെ വഴിയാണ്. പിന്നെ അടുത്തത് സമ്പാദ്യ മാർഗമാണ്. സമ്പാദ്യ മാർഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ സ്കൂളിൽ ഇൽമും ഹിഫ്സും ഒക്കെ ഇവിടുത്തെ സർ സയ്യിദ് കോളേജിൽ ഏതെങ്കിലും ബാച്ച് എടുത്തിട്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയവരും മീഡിയം ക്ലാസ്സും ബാക്ക് ബെഞ്ചർ പേപ്പർ മിക്സുള്ളവർ ഇവരെ ഇന്നത്തെ പോസ്റ്റ് എടുത്ത് നോക്കുക, ഇന്നത്തെ പൊസിഷൻ എടുത്ത് നോക്കുക. ഒരു പ്രാവശ്യം 3 MP രാജ്യസഭയിലേക്ക് പോവാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമ്പത്തികം നോക്കുമ്പോൾ 2 തലയിരുന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം ഏറ്റവും കുറവ് +2 ഉള്ള ആള് കോടീശ്വരൻ, ഡിഗ്രി PG LLB അതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള ആള് കയ്യിലൊന്നുമില്ല. അപ്പൊ സാമ്പത്തികം എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളുണ്ട്. സമ്പത്ത് ഹലാലാണ്, പരിശുദ്ധമാണ്. നമ്മൾ സാധാരണ ജമാഅത്തിലൊക്കെ പോയാൽ പറയും സമ്പത്ത് അത് വന്നാൽ എന്താണ്, സമ്പത്ത് വേസ്റ്റാണ്, അതൊന്നും ഉള്ളിൽ കയറാൻ തന്നെ പാടില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ പോക്കറ്റ് ഇപ്പർ അടിച്ചു വെച്ചിന്. എന്നുവെച്ചാൽ പോയി പോക്കറ്റ് ഇപ്പറാണ്. അവന് പൈസ ഹൃദയത്തിൽ കയറാതിരിക്കാനാണ്. ഞാൻ നല്ലൊരു മൊബൈലെങ്കിലും റേഡിയേഷൻ ഇല്ലാണ്ടിരിക്കാന്നെങ്കിൽ പറയുന്നു, ഒരു നല്ലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ റേഡിയേഷൻ കുറക്കാന്നെങ്കിലും പറയുന്നു. ഇതിപ്പോ പോക്കറ്റ് ഇപ്പം അടിച്ചുകൊണ്ട് പൈസ ഹൃദയത്തിൽ കയറാണ്ടിരിക്കും. പൈസ ഇങ്ങനെ കൈ പിടിച്ചാൽ ഹൃദയത്തിൽ കയറാതിരിക്കും. ഹൃദയത്തിന് പോക്കറ്റായിട്ട് എന്താ ബന്ധം? അപ്പം പൈസ പോക്കറ്റിൽ കയറാതിരിക്കാൻ വേണ്ടി പോക്കറ്റ് വലതു ഭാഗത്ത് അടിച്ച മഹാൻ. അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? പൈസ നജസാണ്, പൈസ ഉണ്ടാവരുത്, എത്ര പൈസ ഉണ്ടോ അത്രയും ആഖിറില്ലാതായി പോകും. അതെന്തുകൊണ്ടാണ്? അതവിടെ ചികിത്സ നടക്കുന്നത്. കാരണം അതിൽ മുങ്ങിപ്പോയ ആൾക്കാരെ കൊണ്ടുവന്ന് നന്നാക്കാൻ വേണ്ടി. ഇപ്പൊ അയാൾക്ക് നമ്മൾ ക്ലാസ് എടുക്കാണ്, സമ്പാദിക്കുമോ? അയാൾ സമ്പാദിച്ച് നിസ്കാരം കള്ളാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലേ? മുബർക്ക് എന്താ പറയുന്നത്? സമ്പത്ത് നജസാണ്, സമ്പത്ത് ആവശ്യമില്ല, അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാരണം അതിൽ മുങ്ങിപ്പോയ ആളാണ്. ഇവിടെ നേരെ തിരിച്ചാളത്, സമ്പാദ്യം ഇല്ല. ഇനിയിപ്പോ ഇവരോട് പറയാം സമ്പത്ത് നജസാന്ന് അങ്ങനെ ഉണ്ടാവും. ഖുൽതുലിൽ ഫഖരി ഐന അൻത മുഖീമു ഖാല ഫീ അമാഇമിൽ ഫുഖഹാഇ. ഇല്ലായ്മയോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വീട് എവിടെയാണ്? പറഞ്ഞു ഞാൻ പണ്ഡിതന്മാരെ തലയിലാന്ന് പറഞ്ഞു. ഇല്ലായ്മയോട് ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലിമീങ്ങളെ തലയിൽ തന്നെ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ സമരം ഇല്ലെന്നല്ല കേട്ടോ പറയുന്നത്. അതായത് ചില ആളുകൾക്ക് നല്ലത് അതായിരിക്കും, അള്ളാഹു തആല അവസ്ഥ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് സമ്പാദ്യവും ഓക്കെ, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിച്ചുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ആള് കോടീശ്വരൻ, സെക്കൻഡ് കിട്ടിയ ആള് ലക്ഷാധിപതി, ലാസ്റ്റ് തോറ്റ ആള് ദരിദ്രവാസി ക്രമത്തിൽ പോകണമായിരുന്നു. അങ്ങനെയല്ലല്ലോ പോകുന്നത്. അപ്പം അതിൻ്റെതായ വഴികളുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ കതിറൊക്കെ ഉണ്ട്. നമുക്ക് പരിശ്രമിക്കാം. അപ്പൊ ആ പരിശ്രമത്തിൽ നമ്മൾ അതിലും മികച്ചു നിൽക്കണം. കാരണം ഇൽമു പഠിക്കുന്ന ഒരാൾക്ക് ആത്മാഭിമാനം നിർബന്ധമാണ്, സമ്പത്ത് നിർബന്ധമില്ല. ആത്മാഭിമാനം നിർബന്ധമാണ്. ചില ആളുകൾക്ക് ആത്മാഭിമാനം ഉണ്ടാകുന്നത് സമ്പത്ത് ഉണ്ടാകുമ്പോഴായിരിക്കും. ചില ആളുകൾക്ക് നല്ല ഡിഗ്രി ഉണ്ടാകുമ്പോഴായിരിക്കും. ഒരാളെയും ആശ്രയിക്കാതെ തല ഉയർത്തി നിൽക്കാനുള്ള മനസ്സ് നിർബന്ധമാണ്. അതിന് വേണ്ടത് നമ്മൾ ചെയ്യണം. ഈമാനായിട്ട് ഏറ്റവും നല്ലത്. ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തല ഉയർത്തി നിൽക്കാം. ഒരു രാജാവ് വന്ന് സംശയം ചോദിക്കുകയാണ്. രാജകുമാരന്റെ മക്കയിൽ സംശയം ചോദിക്കുകയാണ് അത്താ ഇബ്നു അബി റബാഹിനോട്. അത്താ ഇബ്നു അബി റബാഹ് മോചിപ്പിക്കപ്പെട്ട അടിമയാണ്, കാണാൻ വിരൂപിയാണ്, ഏതാണ്ട് എല്ലാ അവയവങ്ങളിലും വൈകല്യമുള്ള വ്യക്തിയാണ്, കണ്ണിനും കയ്യിലും കാലിലും എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. അദ്ദേഹത്തെ രാജാവ് സംശയം ചോദിച്ചു.
അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കുകയായിരുന്നു. ക്ഷമയോടെ രാജാവ് വന്നിരുന്ന് ചോദിച്ചു. അദ്ദേഹം ചോദ്യം കേട്ട് ഉത്തരം കൊടുത്ത് അദ്ദേഹത്തിന്റെ പണിയിൽ മുഴുകി. രാജകുമാരന് സഹിച്ചില്ല. രാജാവ് നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തെ അടുത്ത് ചോദിക്കാൻ പോയത്? എത്ര ആൾക്കാരുണ്ട് നിങ്ങളെ നന്നായിട്ട് ബഹുമാനിക്കുന്ന ആളുകൾ. ബഹുമാനത്തിന് കുറവൊന്നുമില്ല കേട്ടോ, കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു. കണ്ണ് മഞ്ഞളിച്ച പോലെ നിന്നില്ല, അത്രയേ ഉള്ളൂ. ഹൃദയത്തിലുണ്ടായില്ല ദുനിയാവ്. രാജാവ് പറയാണ് രാജകുമാരന്റെ മോനെ, നീ ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞു. നീ ഇൽമു പഠിക്കണമേ, ഇൽമിലൂടെ പ്രജകൾ രാജാക്കന്മാരായിട്ട് മാറും, അവർക്ക് അന്തസ് ഉണ്ടാകും, നീ ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞു. അതാബിൻ അബി റബാഹിന്റെ മനസ്സിൽ ഭൗതിക വസ്തുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ രാജാവിനെ കിട്ടിയ നല്ല ചാൻസ് ആണ്. ഈ ഉത്തരം പറഞ്ഞു കൊടുത്താൽ എനിക്കൊരു ഫേവർ ഉണ്ടല്ലോ, എൻ്റെ മോനിക്ക് കൊട്ടാരത്തിൽ ജോലി കിട്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ രാജാവിന്റെ മനസ്സിൽ ആ സ്ഥാനം പോയിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ഈ പദവിയോട് ബഹുമാനം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ, അതിനോട് ഭൗതികമായ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മാഭിമാനം ഉണ്ടാകില്ല, ഈ ഇസ്സത്ത് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകണം. അതിനു വേണ്ട സമ്പാദ്യം, അതിനു വേണ്ട ഡിഗ്രി, എന്താണ് അതിന് വേണ്ടത്? അതിന് ഈമാനാണ് ഏറ്റവും നല്ലത്. ഈമാനുള്ള ഒരാളെക്കാൾ ആത്മാഭിമാനം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ഇനി സമ്പത്തുള്ളവരുടെ മുമ്പിൽ ആനുള്ളവന്റെ പുറത്ത് ആനപ്പുറത്ത് പോകണമെന്ന് പറയും, മനസ്സിലായില്ല? ആനുള്ളവന്റെ പുറത്ത് ആനപ്പുറത്ത് പോകണമെന്നൊരു ഇതുണ്ട്. സുഫ്യാനു സൗരി പറയാണ് റഹിമഹുല്ലാ, ലൗലാ ഹാദിഹി ദനാനീർ ലതമന്തന ബിനാ ഹൗലാഇൽ മുലൂക്. ഈ ദീനാറുകൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ രാജാക്കന്മാർ നമ്മളെ പിടിച്ച് ടവലാക്കിയിട്ടുണ്ടാകുമായിരുന്നു. നമുക്ക് ഒരു സ്ഥലത്തുനിന്നും പൈസക്ക് കാത്തു നിൽക്കാത്തത് കൊണ്ട്, ഒരു രാജാവിന്റെ ഔദാര്യം വേണ്ടാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ പിടിച്ച് ടവലാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സമ്പത്ത് വേണ്ട സ്ഥലത്ത് സമ്പത്ത് വേണം. അതിനു വേണ്ട പ്രവർത്തനങ്ങളും അതിനു വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അധ്യാപകരും രക്ഷകർത്താക്കളൊക്കെ ചേർന്നത് നടത്തുകയും അതിനെ ദീനിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സാധുക്കളായ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടിലെല്ലാവരെയും ഹജ്ജിന്റെ ചെലവ് വാങ്ങിയതിനേക്കാൾ കൂടുതൽ അവർക്ക് കൊടുത്തതുപോലെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം മദീനത്തെ പറയും, നിങ്ങൾ ഹദിയ വാങ്ങണം കേട്ടോ, ആ നാട്ടിൽ കിട്ടാത്ത സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം അതൊന്നും വാങ്ങുന്നില്ല. നാട്ടുകാരോട് പറയാം വാങ്ങിക്കോളാൻ പറയാണ്. നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കേൾപ്പിക്കും, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് നോമ്പാണ്. അപ്പം ഇങ്ങനെ ദുനിയാവ് ഉണ്ടാക്കാലോ ദീൻ നടത്താൻ വേണ്ടി. അപ്പൊ ആ അർത്ഥത്തിലുള്ള ദുന്യവ്യായ കാര്യങ്ങളിൽ മുഴുകുന്നത് തീർച്ചയായിട്ടും ദീനിന്റെ ഭാഗം തന്നെയാണ്. എറണാകുളത്തൊരു സ്ഥാപനത്തിൽ കുട്ടികളൊക്കെ നല്ല ബിസിനസ്സുകാരായി മാറി. ഒരാൾ നല്ല ഫ്രോസൺ ഫുഡ് ഉണ്ടാക്കുകയാണ്, വേറൊരാള് കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. എല്ലാ ഹാഫിലിങ്ങളാണ്, ആലിമ്യങ്ങളാണ്, നല്ല ദീനി താല്പര്യമുള്ളവര്. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, എല്ലാവരും കൂടെ ബിസിനസ്സിനെ മോശമാക്കി പറയുന്നു, ദുനിയാവിനെ മോശമാക്കി പറയുന്നു, നമ്മൾ ചെയ്യുന്ന തെറ്റാണോ? ഞാൻ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ മാഹിയിലൊരു ഇമാമ കച്ചവടം തുടങ്ങി, നമ്മൾ കുഞ്ഞോന്ന് പോലെ. അപ്പം പള്ളിയിൽ നിന്ന് കൊടുത്ത വീടിന് അദ്ദേഹത്തിന് ഈത്തപ്പഴം വെക്കാനുള്ള ഗോഡൗണ്. അദ്ദേഹം വേറെ വീടുണ്ടാക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ നിങ്ങൾ പള്ളിയിൽ ഇല്ലെന്നുള്ള കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോ? നമ്മൾ ഇല്ല, ആദ്യത്തെ 2 സഫ് എൻ്റെ കടക്കാരാണെന്ന്. ആരെയും ചോദിക്കാൻ എല്ലാവർക്കും പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 സഫ് എനിക്ക് പൈസ തരാണ്ടെന്നാണ്, ആരും ഒന്നും പറയില്ല എന്നാണ്. അപ്പം ഈ സ്വർണ്ണ നാണയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടവലാക്കി കളയെന്ന് പറഞ്ഞതുപോലെ കച്ചവടം നല്ലതാണ്. നിങ്ങൾ ആ നിലയ്ക്ക് നിങ്ങളെ ഇൽമോ അമലും കൂടെ ഒരാൾക്ക് ആദരിക്കാൻ അറിയില്ലെങ്കിൽ, അയാളുടെ കണ്ണിൽ ഭൗതികം ഉള്ളതെങ്കിൽ ആനുള്ളവന്റെ പുറത്ത് ആനപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മാഭിമാനത്തിൽ നമ്മൾ ജീവിക്കണം. അതിന് ഏറ്റവും സഹായകരമാകുന്ന വഴി ഇൽമിന്റെ വഴിയാണ്. ഈ ഹിഫ്ള് ഇതൊരു ആരംഭമാണ്. അക്ഷരങ്ങൾ മനഃപ്പാടമാക്കി ഇനി ആ ആശയങ്ങളെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഹുക്കമാക്കളായി മാറണം. ലോകത്തേക്ക് ആർക്ക് ഏത് ഭാഷയിൽ അതെങ്ങനെ കൊടുക്കണം, അത് റീൽസാക്കി കൊടുക്കണം, നിങ്ങൾ അത് 1 മിനിറ്റിന്റെ കണ്ടന്റ് ആക്കി കൊടുക്കണം. ഇനി അതിനൊരു ആപ്പാക്കി കൊടുക്കണമെങ്കിൽ ആപ്പാക്കി കൊടുക്കണം, അതിനെ കോഴ്സാക്കിയിട്ട് കൊടുക്കണം, അങ്ങനെ ചെയ്യണം. തെബ്ലീലൂടെ പോയിട്ട് നിങ്ങളത് ചെയ്യണം. എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക, അമൽ ചെയ്യാൻ സാധിക്കുക, ഏറ്റവും ഉയർന്ന വഴിയിൽ അള്ളാഹു നമ്മൾ എത്തിച്ചിരിക്കുന്ന അള്ളാഹുത്തിൽ ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ ഇന്നിവിടെ പറഞ്ഞില്ല, പല വിഷയങ്ങൾ പറഞ്ഞു, ഇതിനെ വലിയ നിയ്യത്തായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അനസുസ്താദിനോട്. അനസ്താദിന്റെ പ്രസംഗിക്കാനൊക്കെ കാത്തിരിക്കുന്നത് നേരത്തെ നമ്മളെ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയല്ലോ. കാരണം ഇത് 2 സെഷനായി പോകേണ്ടത്. കുറേ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കേൾക്കൂലായിരുന്നു, കുറേ കാര്യങ്ങൾ രക്ഷകർത്താക്കൾ കേൾക്കൂലായിരുന്നു. ഉസ്താദിന്റെ മോന്റെ അൽഹംദുലില്ലാഹ് സെഷൻ ഇവിടെ നടന്നു, അതിൽ എല്ലാവരും പങ്കെടുത്തു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അതിനെ പൂർണ്ണമായിട്ട് കബൂലാക്കട്ടെ. അടുത്ത് അനസുസ്താദിന് വേണ്ടി മാറിക്കൊടുക്കും.